സമയം ഇപ്പോൾ 4:45. ഞങ്ങളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ എക്സിബിഷൻ 2025-ലാണ്. ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട്. നല്ല തിരക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എല്ലാ വർഷവും നമ്മൾ ഏകദേശം ഒരുപോലെയാണ്, പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ നമ്മൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും ചില പുതിയ പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കലാണ് നമ്മുടെ മെയിനായിട്ട് ലക്ഷ്യം. പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ്, റിങ് എറിയലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്രാവശ്യം നമ്മളിപ്പോൾ ഇരിക്കും. നമുക്ക് അകത്ത് കയറാം. നമുക്ക് പാസ് ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് പാസ് കേട്ടോ. 3 പ്രാവശ്യം കയറാം ഇതിൽ. ഞങ്ങൾ അകത്ത് കടന്നു. ദേശികളൊക്കെ വന്നിട്ടുണ്ട്. ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് 2 എണ്ണം 500 രൂപ. അടുത്തത് കളിപ്പാട്ടങ്ങളുടെ ലോകമാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. ഇവിടെ ഇൻറ്റീരിയർ സോഫ ഫർണിച്ചറിൻ്റെ ഒക്കെ സ്ഥലമാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ നീല. എൻ്റെ വില ഞാൻ ചോദിക്കാം. കളറിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. 44. ഇതാണെങ്കിൽ 45 രൂപ. ഇത് പക്ഷെ നമുക്ക് തുടയ്ക്കാനൊക്കെ പറ്റൂലേ? വാഷബിളാണ്. ഏതൊക്കെ ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത്? ഇത് സിന്തറ്റിക് ലെതറാണ്. ഇത് കൊള്ളാലോ. ഇതിങ്ങനെ കീറി പോകുന്നില്ല സ്റ്റിച്ചിന്റെ അവിടെ. ഇതൊന്നും ചെയ്യില്ല. നമ്മൾ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ സീറ്റ് അടിക്കുന്നുണ്ട്. അതെ. എവിടെയാണ് ഇതിന്റെ നിങ്ങളുടെ ഓഫീസ്? മലപ്പുറത്താണല്ലേ? ഈ കാർഡും തരും? കാർഡില്ല സാർ. നമുക്ക് നമ്പർ ഉണ്ടോ? നമുക്ക് ഇവിടെ ബുക്ക് ചെയ്താൽ ബുക്കിംഗ് ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ. ആണോ? സാറിന് എടുക്കുക. ഇത് 69,500 കാർഡൊക്കെ തരും. 69,500 വില വരും. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് 45,500. 45,500 ഇവിടെ ബുക്ക് ചെയ്തു. രാജസ്ഥാനി കാർപ്പറ്റുകൾ, ബെഡ്ഷീറ്റുകൾ. ഇവിടെ കുറേ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണുള്ളത്. നോക്കി നോക്കാം ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ. സ്പെഷ്യൽ പർപ്പസിനുള്ള കത്തികൾ കേട്ടോ. കേട്ടോ, ചെറിയ കത്തികൾ. അടിപൊളി വെറൈറ്റി സാധനങ്ങൾ. നമ്മുടെ വീട്ടിൽ ഒരുപാട് കത്തികളുള്ള കാരണം നമുക്കിത് വേണ്ട. ഇത് ഒരെണ്ണുണ്ട് കേട്ടോ. ഇത് നല്ലതാണ്. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യണത്. 2 ഒരച്ച് കഴിഞ്ഞാൽ നല്ല മൂർച്ചയാവും. പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും കാണാനൊന്നുമില്ല. എല്ലാതും കഴിഞ്ഞ വർഷമുള്ള പോലെ സാധനങ്ങൾ തന്നെയാണ്. ഇത് നോക്ക്, നമുക്ക് നേരിട്ട് ഇങ്ങനെ പാത്രമൊക്കെ പിടിച്ച് നമുക്ക് നേരിട്ട് തുണി കൂട്ടി പിടിക്കണ്ട. ഇത് കൊള്ളാട്ടോ. നമുക്ക് ഒരെണ്ണം വാങ്ങാം. ഇതെന്താ വില? 100 രൂപ. ഇത് ഒരെണ്ണം വാങ്ങറാണ്. ഇത് ഇലക്ട്രിക് ലൈറ്റർ. നമുക്ക് ഗ്യാസൊക്കെ കത്തിക്കാനായിട്ട് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിയതാണ് കേട്ടോ. ഇത് എത്ര? 60 രൂപയ്ക്കല്ല നമ്മൾ വാങ്ങിയത്. ആ ഒരു സാധനം വാങ്ങി. പക്ഷെ അത് കേട് വന്നിട്ടില്ലേ? ഓക്കെ. നല്ല പ്രൊഡക്റ്റാണ്. ഉപയോഗിക്കണ്ടോ നീ? ഇങ്ങനെ സാധനം കൊട്ടയിലിടുകയാണ്. അടുത്തത് വരുന്നത് തവികളുടെ ഒരു വിശാലമായ ഒരു സെക്ഷൻ. മരത്തിൻ്റെ ട്രേ ഉണ്ടല്ലോ, ആ കാണുന്ന ട്രേയില്ലേ, അതാണ് അടിപൊളി റിച്ച് ലുക്കാണ് അല്ലേ? കോഫി ചായ ഒക്കെ കൊടുക്കുമ്പോൾ അടിപൊളിയാണ്. എന്താണ്? ബസ്മട. ഇതെന്താ വില ഈ ട്രേ? ഓ, വിലയുണ്ടല്ലേ? മരത്തിൻ്റെ ആയ കാരണം. ഓക്കെ. വാൾനട്ടിൻ്റെ ആണെന്ന് പറയുന്നത്. എന്തായാലും അടിപൊളി. കണ്ണട, വാച്ച്, കുട്ടികളുടെ ഐറ്റംസ്. ലേഡീസ് വാച്ച് 150 രൂപയ്ക്ക്. ഒരുപാട് ക്യാപ്പുകൾ, ഗുച്ചി ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്. സെറാമിക് കപ്പുകൾ 6 എണ്ണം 150 രൂപയുള്ളൂ കേട്ടോ. ഉള്ളതും ഇവിടെ ഒരുപാടുണ്ട്. നമുക്ക് ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു വയ്ക്കാനായിട്ട്. ഇത് എത്രയാണ് ചേട്ടാ? 130 രൂപയാണ്. ചെറുതാണ്. അതിൻ്റെ വലുതുണ്ടോ? ആണോ? 130 രൂപ. ഇത് ആദ്യം ഉപയോഗിച്ച് നോക്കാം അല്ലേ, എന്നിട്ട് വലുത് വാങ്ങാം. ഓയിലൊക്കെ സ്പ്രേ ചെയ്യാൻ അതും കൊള്ളാലോ അല്ലേ? 6 ലിറ്ററിൻ്റെ നല്ലത്. അല്ലെങ്കിൽ ഇത് എപ്പോഴെപ്പോഴും ഫില്ല് ചെയ്യണം. ഈ സാധനം നല്ലതാണ്. ഇത് ഒരെണ്ണം വാങ്ങിയാലോ നമുക്ക്, സ്പ്രേയർ. കാരണം എന്താ വെച്ചാലേ നമുക്ക് ഈ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സ്പ്രേ ചെയ്യാൻ, ഫ്രഞ്ച് ഫ്രൈ നമ്മുടെ ഫ്രയറിലൊക്കെ ഉപയോഗിക്കുമ്പോഴേ ഉപയോഗിക്കാം. അടുത്തത് കുട്ടികളുടെയും ഇപ്പോൾ ഡ്രസ്സുകളുടെ ഒരു സ്ഥലമാണ്. റേറ്റാണ് 200 രൂപ. 100 രൂപ നോർമൽ റേറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് കളിപ്പാട്ടങ്ങളുടെ ഏരിയ ആണ്. ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ, പേഴ്സുകൾ, ബാഗുകൾ കൊണ്ട് ഒരു ചുമര് തന്നെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
വന്നാൽ നമ്മൾ കൺഫ്യൂഷനായി പോകുന്നുണ്ടോ, അത്ര അധികം ബാഗുകളുണ്ട്. ഇത് ലേഡീസ് ചെരുപ്പുകൾ, പ്രത്യേകിച്ച് രാജസ്ഥാൻ ഡിസൈനുള്ളത്. ഇത് നാടൻ സ്വീറ്റ്സ്, ചെറിയ പണ്ടത്തെ മിഠായികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ലോകം എന്ന് തന്നെ പറയണം. സൈഡിലുണ്ട്. അടുത്തത് വാട്ടർ കൂളറിൻ്റെ ഒരു ഏരിയ. ഇത് കീ ചെയിനുകൾക്ക് മാത്രമായിട്ടൊരു ഷോറൂം. മാത്രമല്ല, പിന്നെ ചെറിയ പേനകൾ, പെൻസിലുകൾ, ചെറിയ കുറേ ഐറ്റംസുകൾ കണ്ടാൽ നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്നുണ്ടോ. അങ്ങനെ ഭംഗിയുള്ള സാധനങ്ങളല്ല അത്. ചെറിയ കുട്ടികൾക്കൊക്കെ, ക്ലാസ്സിലെ കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാം. പെൻസില് സാധനങ്ങളൊക്കെ ആയിട്ട്. കട്ടർ 5 രൂപ 10 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. വിരികൾക്ക് മാത്രമായിട്ട് ഒരു സ്റ്റോർ 100 രൂപയ്ക്ക്. ഇങ്ങനെ എന്താ പറയുക, ലേഡീസ് പാൻസ് ഒക്കെ 200-350 ഉള്ളൂ. ചുരിദാറുകളല്ല, എന്തായാലും ഫാഷനബിളായിട്ടുള്ള സാധനങ്ങളാണ്. രാജസ്ഥാനി ചുരിദാർ മെറ്റീരിയലുകൾ, ചുരിദാറുകൾ എല്ലാം ഭംഗിയുണ്ട് കേട്ടോ. അത് ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. അതുപോലെ സാരികൾ, ആയുർവേദ ചെറിയ മരുന്നുകളുണ്ടല്ലോ, മുൾട്ടാണി മിട്ടി, രക്തചന്ദനപ്പൊടി, അങ്ങനത്തെ സാധനങ്ങൾ. പവർ വാഷർ, മെഷീനറീസുകളുടെ ഒരു ഷോപ്പ്. ടേബിൾ ഷീറ്റ്, ഫ്രിഡ്ജ്, അതിൻ്റെ ഒരു ഷോപ്പ്. ഹെയർ ഓയിൽ, അങ്ങനത്തെ സാധനങ്ങളുടെ ഒരു സ്റ്റോറ്. എടുത്താ എത്ര 3 അപ്പോൾ ഒരുപാട് പേര് കാണുന്നതാ. ആൾക്കാർ വരട്ടെ. അതൊന്നും. ഇവിടെ കുറേ വാച്ചുകൾ, ഇവിടെ ആയുർവേദത്തിൻ്റെ കുറച്ച് മരുന്നുകൾ, ആണിരോഗം, കുഴിനകം, അസ്ഥിതേമാനം, ചപ്പാത്തി മേക്കർ, കത്തികൾ, പാലക്കാടൻ കത്തികൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. അതിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സ്റ്റോർ. ഇവിടെ തൊട്ടടുത്ത സ്റ്റോറിൽ വരുന്നത് ഒരുപാട് വിത്തുകൾ, തക്കാളി, കുമ്പളം, പപ്പായ, മത്തൻ, നാടൻ കുരുമുളക്, കുരുത്തോലപ്പയർ, അങ്ങനെ ഒരുപാട്. വീണ്ടും കുഴിനകം, മരുന്നുകൾ, വെരിക്കോസ് വെയിൻ, ചെറിയ മരുന്നുകൾ. ഇവിടെ വരുന്നത് ഹലുവ, കോഴിക്കോടൻ ഹൽവ. കഴിച്ചോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പാം ജാഗിരി 200 രൂപ, അര കിലോന്. അര കിലോ 250. അടിപൊളി ടേസ്റ്റ്. ചൂട് എത്രയാ? ചെറുത് 200, വലുത് 250. 200 രൂപയുണ്ടോ? 100 രൂപയല്ലേ ഉള്ളത്? ഇത് റബ്ബർ മാറ്റുകൾ, കുട്ടികളുടെ പുസ്തകങ്ങൾ, അക്ഷരമാല, റൂബിക്സ് ക്യൂബ്, അങ്ങനത്തെ സാധനങ്ങൾ. കോസ്മെറ്റിക് ഐറ്റംസ് അല്ലേ? കോസ്മെറ്റിക് അല്ലേ? ഇവിടെ മസാജർ അല്ലേ? അടുത്തത് വീണ്ടും കളിപ്പാട്ടങ്ങൾ. ഇഷ്ടം പോലെ കളിപ്പാട്ടങ്ങൾ, മാല, വള, കമ്മല്, അങ്ങനത്തെ. വീണ്ടും ചുരിദാറുകൾ 350 രൂപയ്ക്ക്. ഫിക്സഡ് റേറ്റുകളാണ്, ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. വീണ്ടും ഒരു വാം ഷെയ്ഡുകളിലുള്ള കൈത്തറി പോലെ തോന്നിക്കുന്ന ഡ്രസ്സുകൾ. പിന്നെ ഹൗസ് ഹോൾഡ് ആക്സസറീസ്, ഗ്യാസ് വെക്കാനുള്ള സാധനങ്ങൾ, കീ ഹോൾഡർ. അടുത്തത് സ്നാക്സ് ഏരിയ ആണ്. വീണ്ടും ഹൗസ് ഹോൾഡ് ഐറ്റംസ്, കത്തികൾ. അടുത്തത് ചോക്ലേറ്റ്, അണ്ടിപ്പരിപ്പ്, താമര വിത്ത്, ഒമാൻ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൈത്തറി, പുത്താമ്പുള്ളിയുടെ ഒരു സ്റ്റോറ്. കൈത്തറി മുണ്ട് 3 എണ്ണം 500 രൂപ. ഇത് കുട്ടികളുടെ, ഇതിനെന്നാടി പറയാം കാത്തു? മറ്റേ ലെഗോസൊക്കെ മാതിരി അല്ലേ? ഓ, ഇത് നല്ല. ഇതെന്താ വില വരുന്നത്? 200 രൂപ കേട്ടോ. ചെറിയ കുട്ടികൾക്ക്, ഒരു 4 to 5 ഇയേഴ്സിലൊക്കെ കുട്ടികൾക്ക് പറ്റിയ സാധനം. പാലക്കാട് പനങ്കരിപ്പട്ടി. എനിക്കൊരു ചെറിയ പീസ് വന്നിട്ടുണ്ട്, കഴിച്ചോക്കട്ടെ. അര കിലോ 300 രൂപ. അടുത്തത് ബുക്കുകളുടെ ഒരു സ്റ്റോറ്.
അടുത്തത് ഐസ്ക്രീം സ്റ്റോർ. ഇവിടെ സൈഡിൽ ഇരുന്നിട്ട് നമുക്ക് ഐസ്ക്രീം വാങ്ങി കഴിക്കാം. എല്ലാവിധ സാധനങ്ങളും ഒട്ടിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലം. അത് നോക്കണമല്ലോ. ഇതൊരു തരം പ്രത്യേകതരം സ്പാനറാണ് കേട്ടോ. പലതരം നെട്ടുകൾ നമുക്ക് കഴിക്കാം. ഇത് നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് അല്ലേ? മൊബൈൽ കവറിന് ഒരു സ്റ്റോർ. പൊട്ടുകൾക്ക് മാത്രമായിട്ടൊരു സ്റ്റോർ. സ്നാക്സ് ഐറ്റംസ്. അതിവേഗം അധിക ലാഭം. മോപ്പുകൾ. ഇതിൽ നമുക്ക് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യാം. ടൈറ്റാണല്ലോ അത്. ആവുന്നില്ലല്ലോ അത്. ഇതാവുന്നില്ലല്ലോ. ഇതെന്താ ടൈറ്റ് ആയത്? ആവുണ്ടോ? ഇത് നമുക്ക് എക്സ്ട്രാ വാങ്ങും. ഇതിങ്ങനെ വലിച്ചൂരി മാറ്റാം അല്ലേ? 1200 രൂപ അല്ലേ? ഒരു ക്ലോത്ത് ഫ്രീ ഉണ്ട്. ഓക്കെ. നമുക്കിപ്പോൾ ഇങ്ങനെ സ്പ്രേ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സോഫ അതുമിക്കൊക്കെ തെറിക്കുമോ? ഇത് പിടിച്ചാൽ സ്പ്രേ ചെയ്ത് നോക്കട്ടെ. ഓ, തെറിക്കുന്നുണ്ട് കേട്ടോ. വാതിൽ അങ്ങനത്തെ സാധനത്തിലേക്കൊക്കെ ആവും. അടുത്തത് ടീഷർട്ടുകളുടെ ഒരു സ്റ്റോറ്. ഇന്നർ വെയർ. അടുത്തത് സിറാമിക് കപ്പുകളുടെ തന്നെ. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരെണ്ണം 50 രൂപ, 6 കപ്പ് 150 രൂപ, 5 എണ്ണം 100 രൂപ. അടുത്തത് വീണ്ടും ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ്. പല പലതരം സാധനങ്ങൾ. നേരത്തെ നമ്മൾ തുടക്കത്തിൽ കണ്ട പോലത്തെ തന്നെ സ്റ്റോർ. ഗ്രേറ്റിംഗ് ക്ലീൻ ചെയ്യാനുള്ളത് അല്ലേ? ഇങ്ങനെ ഉറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആവും. നമ്മുടെ ബ്രഷ് ഉപയോഗിച്ച് ഡസ്റ്റിന് മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബ് ചെയ്താൽ മതി. ഡസ്റ്റൊക്കെ തനിയെ. ഇത് നമ്മുടെ കാറിലൊക്കെ ഉള്ള ഇത് അടിപൊളിയാണ്. സോഫ ബെഡൊക്കെ പറ്റുന്നുണ്ട്. 100 രൂപ വരെ വരുന്നത്. ഞാനത് 100 രൂപയ്ക്ക് ഒരെണ്ണം വാങ്ങി നോക്കാം. കുട്ടിവർക്ക്. അടുത്തതായിട്ട് ചെടിച്ചട്ടികൾ, ചുരിദാറുകൾ, ഫ്രഷ് ലൈം ജ്യൂസ് അതിൻ്റെ ഏരിയ വരെ എത്തിയിട്ടോ. ഇലക്ട്രിക് ടൈലോസ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ സ്കൂട്ടർ. അടുത്തത് ചോക്ലേറ്റ്, സുറുമ, രാമച്ചത്തൈലം, അയമോദകസത്ത്, ഇലങ്ങി, ലാങ്കി. അടുത്തത് ഒരു ഡെക്കറേറ്റീവ് ക്യൂരിയോസുകൾ അതിൻ്റെ ഒരു സ്റ്റോറ്. ഇത് കൊള്ളാട്ടോ, എനിക്കിഷ്ടമായി. 8500 രൂപയാണ് പക്ഷേ. ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ക്ലീനിങ് ഐറ്റംസ് സാധനങ്ങളൊക്കെ. നമ്മുടെ വാഷ് ബേസിനൊക്കെ ഡ്രൈനേജ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാം. വാള്. ഇതെന്താ വില? 20 രൂപ. വാട്ടർ പ്യൂരിഫയർ, സോളാറിൻ്റെ ഒരു സ്റ്റോറ്. ഇത് എന്താ പറയുക, ക്യൂരിയോസുകൾ, ഡെക്കറേറ്റീവ് ഐറ്റംസുകൾ. ഇവിടെ കൃഷ്ണൻ, നമ്മുടെ നെറ്റിപ്പട്ടം. ഇത് വനോപഹാർ കൊഷം. എന്തൊക്കെ സാധനങ്ങളത്? യുക്കാലി ഓയിൽ, ചന്ദന തടി, ചന്ദന തൈലം. ഓക്കെ. ഒറിജിനൽ ചന്ദനാണ് കേട്ടോ. പക്ഷേ ഈ പുൽത്തൈലത്തിൻ്റെ സൈഡിൽ നിന്നിട്ട് ഇതിൻ്റെ മണം വരുന്നത്. ഇതിന് എന്താ വില? 800 സംതിങ്. യൂട്യൂബ് ചാനൽ പീച്ചിങ്ങ. എന്നെ പീച്ചിയാൽ കൂടെ കൂട്ടേണ്ടി വരും. പീച്ചിങ്ങ. അടുത്തത് ഇയറിങ്സ്, ലേഡീസ് ഐറ്റംസ്. അത് അയോധ്യയുടെ ഇതല്ലേ? അതിനെത്രയാണ് വരുന്നത്? 400. അടുത്തത് ട്രൗസേഴ്സ്, ബനിയൻസ്, കലങ്കാരി കോട്ടൺ, ജയ്പൂർ കോട്ടൺ, നൈറ്റുകൾ. അടുത്തത് വരുന്നത് ഇതൊക്കെ എന്താണ്? നമ്മുടെ ജീരകത്തിൻ്റെ അല്ലേ സ്നാക്സുകൾ. ഇതെന്താ സാധനം? പീട. പീടകളാണ് അതൊക്കെ. വീണ്ടും ഹൗസ് ഹോൾഡ് ഐറ്റം സ്റ്റോറ്. വീണ്ടും ഡ്രസ്സുകളുടെ ഒരു സ്റ്റോറ്. ബാംഗിൾ സ്റ്റോറ്, ജയ്പൂർ ബാംഗിൾസ്. ഓ നൈസ്. അടിപൊളി ചുരിദാറുകളുടെ ഒരു സ്റ്റോറ്. ജീൻസ്. അതുപോലെ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട് കേട്ടോ ഈ സ്റ്റോറിൽ. സാരികളുടെ ഒരു സ്റ്റോറ്. അടുത്തത് പിക്കിൾസിൻ്റെ ഒരു സ്റ്റോറ്. രാജസ്ഥാൻ പിക്കിൾസ്. ഇതും അത്തറുകളുടെ ഒരു സ്ഥലം. ഒരു സ്റ്റോറ്. അണ്ടിപ്പരിപ്പ്, അങ്ങനത്തെ നട്ട്സുകളുടെ ഒരു സ്റ്റോറ്. എന്താ ബ്രൗൺ ഷുഗറാണോ? അല്ല, ഇത് കെയിൻ ജ്യൂസ് ജാഗ്രി എന്ന് പറയും.
കേഞ്ചൂർ ജാഗരി. കെഞ്ചൂർ ജാഗരി. എന്താ അതിൻ്റെ പ്രത്യേകത? ഇത് പാലിലും കൂടി ഇടാൻ സ്പെഷ്യലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഷുഗർ കുറച്ചൊക്കെ ഇത് നമ്മുടെ ശർക്കര തന്നെയാണല്ലോ അല്ലേ? കരിമ്പിൻ്റെ എന്നാണ് ഉണ്ടാക്കുന്നത്. നല്ലൊരു ബന്ധം മാത്രമേ ശർക്കരയിലുള്ളൂ. റിഫൈനഡ് ആണ് അല്ലേ? റിഫൈൻഡ് അല്ല, ശർക്കരയിൽ കുറേ എലമെന്റ്സ് അതിലില്ല. അതുകൊണ്ട് പാലിടാം. പാൽ വരുന്നതല്ല. കുട്ടികൾക്ക് നല്ലതാ അല്ലേ? കുട്ടികൾക്ക് കുറുക്കിലിടാം, ചായ കാപ്പിയിലൊക്കെ ഇടാം. കാരമൽ ടേസ്റ്റ്. ഓക്കെ. ഇവിടെ വീണ്ടും എന്തെന്നാണ് തൈലങ്ങൾ, ജ്യൂസ്, എസൻസുകൾ, പാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഒരു ചാരിറ്റിയുടെ ഒരു സ്റ്റോറുണ്ട്. വീണ്ടും ഇവിടെ സ്നാക്സുകൾ, പഴയ ഇഞ്ചി മിഠായി, കപ്പലണ്ടി മിഠായി, പേടകൾ, സാധനങ്ങൾ. ഇവിടെ കുട്ടികൾക്കുള്ള ബുക്കുകൾ, ബുക്ക് സ്റ്റോർ തന്നെ. ഇത് പിക്ചേഴ്സ്. ആ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒക്കെ നമുക്ക് ക്ലാസിക് ആയിട്ടുള്ള സാധനം ഉണ്ടാവും. വില 12,000 രൂപയാണ് വരുന്നത്. ഇവിടെ 3D പുലിയുടെ നോക്ക്, എന്താ പെർഫെക്ഷൻ അല്ലേ? അതുപോലെ ആന, സോളാറിൻ്റെ ഒരു സ്റ്റോർ, ഒരു ഇൻസിനേറ്റർ, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവേഴ്സ്, വലിയൊരു സ്റ്റോർ കേട്ടോ. ചെരുപ്പുകൾ, ബാഗുകൾ, ലേഡീസ് ഇന്നർ വെയർ, സ്പ്രേ, ബ്രൂട്ട്, ജാസ്മിൻ, അതിൻ്റെ മേക്കപ്പ് സ്റ്റോറ്, ഫോട്ടോ ഫ്രെയിംസ്, ചെറിയ വിലയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഐറ്റംസുകൾ. അതെന്താ കുങ്കുമം, മല പോലെ, വോൾക്കാനൊക്കെ പോലെ. ബാഗുകൾ, ചുരിദാറിൻ്റെ ഒരു സ്റ്റോർ, പിക്കിൾസിൻ്റെ ഒരു സ്റ്റോർ, അടുത്തത് മസാല സ്റ്റോർ, സോളാപരി സ്റ്റോർ, വീണ്ടും ജ്യൂസ് ഐറ്റംസ്. ഇവിടെ മുളകിൻ്റെയും പച്ചമുളകിൻ്റെയും വെണ്ടക്ക വിത്തുകൾ, ചാരിറ്റി, ബാഗുകളുടെ ഒരു സ്റ്റോറ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്. അടുത്തത് ഷർട്ടുകളുടെ ഒരു സ്റ്റോർ. ഇവിടെ ഒരു അക്വേറിയാണ്. 100 രൂപ ഒരാൾക്ക്. 100 രൂപയാണ് കേട്ടോ. നമ്മൾ 4 പേരുണ്ട്. 100 രൂപ ഡിസ്കൗണ്ട് തന്നു. കോഴിക്കാർക്ക് നമുക്ക് എന്ത് ഭംഗിയല്ലേ. ഉള്ളിൽ എന്താ വാള പോലെ ഒരു മീൻ. ഇത് ആക്ച്വലി ഒരു ടണലിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. അതാണ് ടണൽ. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നടക്കാം. ഈ മീനുകളൊക്കെ നമ്മുടെ തലയ്ക്ക് മേലെ കൂടെ കാണും. നമുക്ക് കരിമീൻ പോലെ ഉണ്ടല്ലേ അല്ലേ? നമ്മുടെ മറ്റേ അരാപ്പൈമ. ഓ എന്താ നോക്ക്, അതിൻ്റെ തൊലിയുടെ ഒരു ഫിനിഷിങ് നോക്ക് അല്ലേ? കാർവ് ചെയ്ത് വെച്ച പോലെ ഉണ്ട്. ഓ ഇത് നോക്ക്, എൻ്റെ പൊന്നോ. ഇത് ടണലിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ഭംഗിയായിരിക്കും ഇത്. ടണലിൻ്റെ ഉള്ളിലല്ലേ? ആ നമ്മൾ ടണലിൽ കയറാൻ പോവാണ്. രണ്ട് സെക്ഷൻ. ഇതിൻ്റെ പേരെന്താടി പറഞ്ഞ്? ടൈഗറോ? നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ, ചത്തുപോയെല്ലാം. ഇതെല്ലാതും ഒരു ഡയറക്ഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ക്യാമറ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ തന്നെ വരണം. 100 രൂപയാണ്, പക്ഷെ അതിനുള്ളതുണ്ട് കാണാനായിട്ട്. കുറച്ച് വെയിറ്റ് ചെയ്ത് വിടും. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ നീങ്ങി. വലിയൊരു അരാപ്പയ്മയുടെ അടിവശം. ഇതിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ എന്തോ ഒരു വെള്ളി കളറിൽ നോക്ക്. ഇതൊക്കെ എന്തൊരു ഭംഗിയാ നോക്ക്. ഇവിടെ നോക്കൊരു വെറൈറ്റി കണ്ടോ. ഇങ്ങനെയാണ് ഈ ടണലിൻ്റെ വ്യൂ വരുന്നത്. ഇതുപോലെ അങ്ങോട്ടുണ്ട് കേട്ടോ. വലിയൊരു ടണൽ. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 50 മീറ്റർ അതിനുണ്ടാവും. ഇവിടെ വേറെ ഓരോന്നും ഒരു സെക്ഷനായിട്ടാണ്. ഓരോന്നിലും വ്യത്യസ്ത മീനുകളാണ് ഇട്ടിട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത വശത്തുള്ള മീനുകളാണ് കാണുന്നത്. സീബ്ര ലൈൻ പോലെ വ്യത്യസ്തമായിട്ടുള്ളൊരു കളറിലുള്ള നമ്മുടെ അമൂറൊക്കെ പോലെ. ഇതിൻ്റെ ഒരു റസ്റ്റ് കളറൊക്കെ നോക്കാം. ഷെയ്ഡ് നോക്കടി. ഇതിൻ്റെ ഡിസൈൻ നോക്കിയേ. വാവ്, എന്താ രസം കണ്ടോ. എന്ത് മീനാന്ന് അറിഞ്ഞൂടാ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ക്ലീനിങ്ങിൻ്റെ കുറവുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ ഒരു പായൽ. അത് ക്ലീൻ ചെയ്യേണ്ടതായിരുന്നു. ഏകദേശം 4 അടി വലുപ്പമുള്ള അരാപ്പയ്മ. ഓ എന്തെന്നാ പറയുക അതിന്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടാ. ഇത്രയും നീളമുള്ളത് ഒന്നല്ല, ഒരെണ്ണം 4.5 അടിയോളമുണ്ട് ആ കിടക്കുന്നത് കണ്ടോ. 1, 2, 3 എണ്ണം വലുത്. ഇത്രയും നീളമുണ്ട് കേട്ടോ ഈ ടണലിന്. ടണലിൻ്റെ സൈഡ് വശമാണ്. എന്താല്ലേ ഇതിൻ്റെ ഈ ചെതമ്പിലെടുത്തിട്ട് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്ന പറയണേ. കമ്മൽ, അങ്ങനത്തെ സാധനങ്ങൾ. നല്ല അത്ര കട്ടിയാണ്. ഇതിൻ്റെ നോക്ക്.
ഒരു അയണിൻ്റെ പോലത്തെ അതിൻ്റെ ഫിനിഷിങ്. ഇതിൻ്റെ തല കണ്ടോ? ഓ, ഇത് ആമസോൺ നദികളിൽ ഉള്ള മീനാന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ വില ഉണ്ടാവും തോന്നണേ. ടണലിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ടണലിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂവിൽ അത് വീണ്ടും നമ്മൾ കാണുന്നതാണ്. സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുള്ള ആ മീനുകളുടെ ഒരു കൂട്ടാണ്. എല്ലാം ഒരു ഡയറക്ഷനിലേക്ക് അത് സഞ്ചരിക്കുന്നത്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. പുറത്തിറങ്ങി അവിടെ വീണ്ടും ഒരു ജ്യൂസിൻ്റെ ഷോപ്പ്, കോട്ടൺ നൈറ്റിയുടെ ഒരു സ്റ്റോറ്, തേയിലയുടെ ഒരു സ്റ്റോറ്, ഹെൽത്ത് ചെക്കപ്പിന് ഒരു സ്റ്റോറ്, ഇതൊരു ചാരിറ്റിയുടെ സ്റ്റോറാണ്. മസാലകളുടെ ഒക്കെ ഒരു ചെറിയൊരു സ്റ്റോറ്, കുന്തിരിക്കം, ചെറുതൻ, അതിൻ്റെ ഒക്കെ ഒരു സ്റ്റോറ്. അതിനടുത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് കരിക്ക്. ഇവിടെ വന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ട്രാംപ്ലിംഗ് അങ്ങനത്തെ സൈക്കിൾ ആക്ടിവിറ്റീസുകളുടെ ഒരു വലിയൊരു ഏരിയ. ബജിക്കട, എന്തെങ്കിലും വാങ്ങി കഴിക്കാം. ചാരിറ്റി സ്റ്റോറ്, അലോവേര ജെല്ല്, ഇവിടെയും ഒരു ചാരിറ്റിയുടെ സ്റ്റോറ്. ഇവിടെ ചെറിയ ചെറിയ ഐറ്റംസ് കുട്ടികൾക്ക് കഴിക്കാൻ. ഇതിനെന്താടി പറയാം? ഓർബീസ്. ബുക്കുകളുടെ സ്റ്റോറ്, സ്കൾപ്ചേഴ്സ്, 3D പ്രിൻറ്റിംഗ്. 3D പ്രിൻറ്റിംഗ് അല്ലേ? ഈ മെഷീന് ചൈനീസ് മെഷീനാണ്. ഒരു 14,000 രൂപ ഉള്ളൂ. മെഷീനറീസ് നമ്മൾ ചെയ്യുന്നത്. മെഷീനറീസ് പക്ഷെ ഒരു 2 മാസം കഴിയുമ്പോഴാണ് നമ്മൾ ഇറക്കുന്നത്. ആ ഒരു ടൈമിലേക്ക് വെയിറ്റ് ചെയ്യുന്നതാണ്. ഒരു എക്കോസിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഈ സ്റ്റാൾ സെറ്റ് ചെയ്യണതിൻ്റെ റീസൺ 3D പ്രിന്റിംഗ് ഒന്നും ആൾക്കാർക്ക് പരിചയമാവാൻ വേണ്ടിയിട്ടാണ്. 3D സ്കാനിങ് ഉണ്ട്. അത് രൂപം വേണമെങ്കിൽ ചെയ്യാം. സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലേ? ഇതിന്റെ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. മെഷീൻ ലൈവായിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. 3D സ്കാനിങ് ഉണ്ട്. നമ്പർ എന്തായാലും നമ്പർ തൃശ്ശൂരാണോ സ്ഥലം? ഇരിഞ്ഞാലക്കുട. ഇതൊക്കെ 3D പ്രിന്റിംഗിൽ ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ ABS അല്ലേ മെറ്റീരിയൽ? ABS അല്ലേ? ഇത്രയും വലുപ്പത്തിൽ ഒരെണ്ണം ചെയ്യാൻ എന്ത് വില വരും? റൈറ്റ് അങ്ങനെ പറയും. എത്ര വരും അപ്പം? അപ്പം എത്ര രൂപ വരും? 6 രൂപ ഗ്രാമിന്. 6 രൂപ എത്ര? 3600 രൂപ. 360 അല്ലേ? 360 ഉള്ളൂ അല്ലേ? ഒക്കെ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കാര്യം കേട്ടോ. ഇങ്ങനത്തെ ഓരോ പരിപാടിക്കൊന്നല്ല നമുക്ക് ഇങ്ങനെ ലിങ്കുകൾ കിട്ടാം. ഇത് എന്ത് സ്റ്റോറാണ്? അത് ഫാഷൻ ഡിസൈൻ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. ഓക്കെ. ഒരു ആയുർവേദ സോപ്പുകൾ, മോതിരം, ഓർണമെൻറ്റ്സ് സ്റ്റോറ്, മാക്സി വിഷൻ അതിൻ്റെ ഒരു സ്റ്റോറ്. വീണ്ടും സോപ്പുകളല്ല, സോപ്പുകളുടെ ഒരു സ്റ്റോറ്. ഇത് മസാലകളുടെ ഒരു സ്റ്റോറ്. ഇതൊരു വ്യത്യസ്തത ഉണ്ടല്ലോ, നമുക്ക് സോപ്പൊക്കെ എടുക്കാനായിട്ട്, പാത്രം കഴുകുന്ന ഐറ്റംസ് ഒക്കെ. ഇതെന്താ വില? ഡിസ്പെൻസർ. ഓക്കെ. വീണ്ടും ലേഡീസ് ഓർണമെൻറ്റ്സ്, സോളാർ, മൊബൈൽ പൗച്ചുകൾ, അത്തറിൻ്റെ ഒരു മനോഹരമായ ഒരു ഡിസ്പ്ലേ. ഇവിടെ ഒരു ആൻറ്റിക് ടൈപ്പ് സാധനങ്ങൾ, സൈക്കിള്, അതുപോലെ ഭരണി, പോളാണ്ട് നന്നായിട്ടുണ്ട്. നമ്മുടെ ചില വീടുകളൊക്കെ ഈ രീതിയിൽ സെറ്റ് ചെയ്യണവരുണ്ട്. അവർക്ക് പറ്റിയൊരു സ്റ്റോറാണ് കേട്ടോ അത്. പഴയ ഐറ്റംസുകൾ. നമ്മുടെ ഒരു ലക്ഷ്യം കേട്ടോ, 6 എണ്ണം 50 രൂപ. നമ്മൾ 2 സെറ്റ് വാങ്ങിയിട്ടുണ്ട്. 3 എണ്ണം എനിക്ക് തന്നിട്ടുണ്ട്. സ്പീഡ് കുറച്ചോ? 25 വർഷം പ്രവർത്തന പരിചയമുള്ള തൃശ്ശൂർ ടൂറിസറിയിലെ പുസ്തക സ്ഥാപനമാണ് എനിക്കൊന്നും കിട്ടിയില്ല. 497 പുസ്തകങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് കോൺടക്സിലൂടെ 1000 രൂപ വില വരുന്ന പുസ്തകങ്ങളും സമ്മാനമായി നൽകുന്നു. എല്ലാ തിങ്കളാഴ്ചയും വിജയികളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത് അറിയിക്കുന്നതാണ്. ഫോൺ 8129557245. ഒന്നും കിട്ടിയില്ല. അടുത്ത ആരാ? അടുത്ത ഇസബൽ. ഓ, എത്തിയില്ല. കുറച്ച് നീട്ടിയറി. അതും കിട്ടിയില്ല. ഓ, അതും കിട്ടിയില്ല. ഇത് കാത്തൂൻ്റെ ഊഴാണ്. നമുക്ക് നോക്കാം.
നന്നായി നീട്ടി എറിഞ്ഞാ കാത്തു. ഓ നന്നായി ഉറക്കേറി. ഓ ഓ ഓ ഓ ഓ അങ്ങനെ തന്നെ എറിഞ്ഞോ? അങ്ങനെ ലാസ്റ്റ് തോറ്റുപോയി സുഹൃത്തുക്കളെ, തോറ്റുപോയി. നമ്മളിട്ടത് 1-ലും 2-ലും വീണത് കേട്ടോ. 6-ലിട് എന്തായാലും കിട്ടാൻ പോണില്ല. ആയ് 6 ഏതെങ്കിലും ഇട്, നീ ഇഷ്ടമല്ല കേട്ടോ. ആ ഓ ഓ 6 6 6 6 എല്ലാ സെബലിട്ടാ മതിയാറും. നീ ആണ്ട് ഇട്ടോ. 6 6 6 അത് 6ആയിരുന്നു സ്റ്റാ. കറക്റ്റ് ആയിരുന്നു കേട്ടോ അത്. 5 5 5 5 5 എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. 3. ഓ ഞങ്ങൾക്കൊരു സമ്മാനം കിട്ടിട്ടോ, ഒരു ബോക്സ് കിട്ടി. ആശ്വസിക്കാനായിട്ടൊരു ചെറിയ സമ്മാനം കിട്ടി, ചെറിയൊരു ബോട്ട് സവാരി. കൊള്ളാലേ? അത് ഓടിക്കുന്ന ആളെ സമ്മതിക്കണം കേട്ടോ, തട്ടാതെ കറക്റ്റ് ലെവലിൽ പോകണം. അടുത്തത് ഫുഡ് സ്നാക്സ് ഐറ്റംസിൻ്റെ വലിയൊരു സ്റ്റോർ. റോയൽ എൻഫീൽഡിൻ്റെ ഒരു സ്റ്റോർ. വീണ്ടും ഷർട്ടുകൾ, ബനിയനുകൾ ഒരു സ്റ്റോർ. ഡിക്കിൾസിൻ്റെ ഒരു സ്റ്റോർ. സോളാർ ഐറ്റംസ്, ഓട്ടോറിക്ഷ, ഹോട്ട് വാട്ടർ, അതൊക്കെ. കർട്ടൺ ഡെക്കറേഷൻ ഐറ്റംസ്, ചുരിദാർ, മാക്സി, ലേഡീസ് ടോപ്പ്, അങ്ങനത്തെ സാധനം. ഒരു ബുക്ക് സ്റ്റോർ, കരിമ്പിൻ ജ്യൂസ്. ഇവിടെ ഒരു ബുക്ക് സ്റ്റോർ, ഡിവോഷണൽ ബുക്ക് സ്റ്റോർ. വ്യവസായ വകുപ്പിൻ്റെ ഒരു സ്റ്റോർ. വ്യാവസായിക വകുപ്പല്ല കേട്ടോ, വ്യാവസായിക പരിശീലനത്തിൻ്റെ ITI ITC പോലെയുള്ള സ്ഥാപനത്തിൻ്റെ. ചാലക്കുടി ITI, വനിതാ ITI. ഞാൻ ചാലക്കുടി ITIയിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ നടന്നു വന്ന വഴികളാണ് കേട്ടോ. വലിയ തിരക്കുണ്ട്, വലിയ ചട്ടികൾക്കൊരു ഏരിയ. സ്പ്രിംഗ് പൊട്ടാറ്റോ കൗണ്ടർ. രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ഫുഡ് കൗണ്ടർ. റൈറ്റിലേക്ക് പോകുമ്പോൾ ജൂബിലി മിഷൻ്റെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോൾ. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു റിയൽ സ്കൾട്ട്. ഇവിടെ നമ്മുടെ ഇന്നർ ഓർഗൻസുകളാണ് വെച്ചിരിക്കുന്നത്. വൻകുടൽ ക്യാൻസർ, ലിവർ സിറോസിസ് ആണ് കേട്ടോ കാണുന്നത്. ലിവർ സിറോസിസ് വന്ന ലിവറിൻ്റെ ഒരു കഷ്ണം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വന്നത് എങ്ങനെയായിരിക്കും? യൂറിനറി ബ്ലാഡ്, മൂത്രസഞ്ചി എന്ന് പറയുന്നത്. സ്റ്റൊമക്ക് കണ്ടോ? ഇത് തൈറോയിഡ്. ഒരാളെ തലയാണ് കേട്ടോ, അതിൻ്റെ ഒരു സൈഡ് വശം മരുന്ന് കേടായി. ലങ്സ്, ശ്വാസകോശം, ചെറുകുടൽ, കിഡ്നിയിലെ കല്ല് വലുതാണ് കേട്ടോ, അത്രയും വലുപ്പമുണ്ട്. യൂട്രസിൽ കുട്ടി ഉണ്ടാകുന്നതിൻ്റെ പല എന്താ പറയുക അവസ്ഥകൾ. പിളർന്ന ചുണ്ടുള്ള കുട്ടി. പ്രൊബോസിസിൻ്റെ അസുഖമായിരിക്കുന്നു. ഒട്ടിച്ചേർന്ന് സയാമീസ്. പിന്നെ 6 മാസത്തേത്. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. 2 മാസത്തേത്, 4 മാസത്തെ കൊച്ച്. ഇവിടെ നമുക്ക് തൈറോയിഡ് ഗ്രന്ഥി, അണ്ഡാശയ ക്യാൻസർ, മന്ദരോഗം, തൊലിപ്പുറത്തെ ക്യാൻസർ, പിത്തസഞ്ചിയിലെ കല്ല്, ശരിക്കും കല്ല് പോലെയില്ല, മുന്തിരിക്കുല ഗർഭം, ഗർഭാശയ ക്യാൻസർ. അങ്ങനെയാണ്. തലമുടി ഭക്ഷിച്ച് ആമാശയത്തിൽ കുടുങ്ങിയ അവസ്ഥ. വലിയൊരു തലയുടെ അത്രയുണ്ട്. വൻകുടൽ ക്ഷയം, ശ്വാസനാള ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ. ഈ ഭാഗത്ത് കുറച്ച് പാമ്പുകളെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജൂബിലിയുടെ ഹോസ്പിറ്റലിൻ്റെ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി
കുറേ പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടാവും. ഞാൻ അടുത്തേലൊന്ന് കയറി നോക്കാം. അടുത്തത് ആയുർവേദത്തിൻ്റെ ഒരു സ്റ്റോറാണ്. കയറുമ്പോൾ തന്നെ കുറേ ചെടികൾ, ആയുർവേദ ചെടികൾ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഉഴിച്ചലിനുള്ള ഒരു ടേബിള്, അതിനുപയോഗിക്കുന്ന കിഴി, ഗുഗുലു, കന്മദം നോക്ക്, യവം, മുതിര അറിയാം, നവയരി, സ്പൈസസുകളാണ് അതല്ല. നെല്ലിക്ക, കടുക്ക, ചുക്ക്. കന്മദം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ കണ്ടു. അത് യോഗമാഷാണ്. അതാ, അത് ശരി, കുഴപ്പമില്ല. ഇതൊക്കെ സ്പൈസസുകൾ അല്ലേ? മഞ്ഞൾ. റോയൽ എൻഫീൽഡിന് ഒരു സ്റ്റോറ്, ഹോമിയോയുടെ ഒരു സ്റ്റോറ്, തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പവലിയൻ. ഒന്ന് കയറി നോക്കാം. ഇവിടെ മിനിയേച്ചറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തൃശ്ശൂർ പുത്തമ്പള്ളി, വടക്കുന്നാഥൻ, മുസരിസ് പള്ളി, അതിൻ്റെയൊക്കെ ഒരു മോഡലുകൾ. തൃശ്ശൂരിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്ക്, നമ്മുടെ ആകാശപാതയുടെ ഒരു ചെറിയൊരു മിനിയേച്ചർ. ഇവിടെ പീച്ചി ഡാം, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. സ്വരാജ് റൗണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പീച്ചി ഡാമിൽ നിന്ന് വൈദ്യുതി വരുന്നതിൻ്റെ ഒരു മിനിയേച്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റിൻ്റെ ഒരു മിനിയേച്ചർ, ഒരു CNG പ്ലാന്റ്, വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു മിനിയേച്ചർ. പലക്കെയും കേട്ടത് അടിപൊളി, സൂപ്പറായിട്ടല്ലേ. ക്യാമറയിലാണ് നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട്. നേരിട്ട് കാണുമ്പോഴുള്ള ഭംഗിയെന്ന് ആലോചിച്ചത്. ഇത് നമ്മുടെ ലാലൂർ സബ്സ്റ്റേഷൻ്റെ ഒരു മോഡൽ. ഇത് നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൻ്റെ, തൃശ്ശൂർ ഈ കാണുന്നതാണ് തൃശ്ശൂർ റൗണ്ട്. കണ്ടോ ഇങ്ങനെ. അതിലിവിടെ നെഹ്റു പാർക്ക്. ഈ സെൻറ്ററിലുള്ള വടക്കുന്നാഥ അമ്പലത്തിന് കണ്ടോ 4 ഗോപുരങ്ങളാണുള്ളത്. അതിൻ്റെ ഉള്ളിലാണ് ശരിക്കും ഞിട്ടറമേളം നടക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അത് MG റോഡ്. MG റോഡിന് നേരെ ഓപ്പോസിറ്റാണ് പാറമേക്കാവ് അമ്പലത്തിൻ്റെ. പിന്നെ നമ്മുടെ ജോയ് ആലുക്കാസിൻ്റെ ജ്വല്ലറി, കല്യാണിൻ്റെ, രാഗം തിയേറ്റർ, ജോസ് എല്ലാം ഉണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡൽ വരുന്നത്. ആ ഭാഗത്ത് നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഓഫീസ്, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ആ കാണുന്നത്. ഇങ്ങനെ ഒരു കറക്റ്റ് റൗണ്ടല്ല, ചെറിയൊരു ഓവൽ ഷേപ്പൊക്കെ പോലെ. ഇവിടെയായിട്ട് ഗാന്ധിജിയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. നേരെ ഇറങ്ങുമ്പോൾ നല്ലൊരു ഫൗണ്ടെയിനാണ് വരുന്നത്. അവിടുന്ന് ഇടത്തോട്ട് തിരിയുമ്പോൾ ഒരു AVTയുടെ ഒരു സ്റ്റോള്. എല്ലാ വർഷവും ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഒരു മാറ്റമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 4:45, ഇതിപ്പോൾ സമയം എത്രയാണെന്നറിയാം? 6:30. ഏകദേശം 1.25 മണിക്കൂർ നമ്മൾ നടന്നു. കയ്യാറായിട്ട് ഏകദേശം എത്ര സമയം എടുത്തു എന്ന് ലാസ്റ്റ് നോക്കിയിട്ട് പറയാം. ഇവിടെ ഒരു സ്റ്റേജ്, അതിൻ്റെ കുറേ ഐറ്റംസുകളൊക്കെ ഉള്ള ചെറിയ ചെറിയ കിയോസ്കുകളൊക്കെ ഉള്ള സ്ഥലമാണ്. കണ്ടോ, കമ്പനികളുടെ ഡബിൾ കോഴ്സ്, പിന്നെ ഏതാ കണ്ണൻ ദേവൻ, ചിന്മയ മിഷൻ സെൻറ്റർ, GJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇതിൻ്റെ മുന്നിലായിട്ടാണ് എപ്പോഴും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഇടത്തുവശത്തു കൂടെ നമുക്ക് പുറത്തേക്ക് കടക്കാം. ഇവിടെയായിട്ടും ഒരു ചൊളാപ്പരിയൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലം. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലീനിങ് ഫുൾ ടൈം നടക്കുന്ന ഒരു ഫെസിലിറ്റി ഇവിടെ ഇല്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതൊരു വിഷമമുള്ള കാര്യമാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ISROയുടെ ഒരു ഡിസ്പ്ലേ. ISROയുടെ ഉള്ളിലൊന്ന് കയറി നോക്കണ്ട കേട്ടോ. ഇവിടെ ഓരോ റോക്കറ്റുകളുടെ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. GSLV കേട്ടോ. ഇവിടെ എഡ്യൂക്കേഷണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സാറ്റലൈറ്റ്, സ്പേസിൽ ഉള്ള സാറ്റലൈറ്റ് എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ ഹാങ് ചെയ്ത് നിർത്തി ഇറക്കുന്നത് കേട്ടോ. കുട്ടികൾക്കിത് മനസ്സിലാവും. യെസ്, ഇതിൽ നിന്നാണ് സോളാർ പാനൽ വഴിയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ഇതാ ഭൂമിയിൽ നിന്ന് റോക്കറ്റ് വന്നിട്ട് നമ്മുടെ സാറ്റലൈറ്റ് ഭൂമിയിൽ നിന്ന് മുകളിലായിട്ട് വന്ന് നിർത്തുന്ന ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു സാധനം. പിന്നെ പലതരം ഉപഗ്രഹങ്ങൾ, അതിൻ്റെ ഉദ്ദേശങ്ങൾ. ഇവിടെ
ഡിഫറെൻറ്റ് പ്ലാനറ്റ്സിനെ കുറിച്ചിട്ട് അതിൻ്റെ എന്തൊക്കെയോ എന്താണെന്ന് നോക്കട്ടെ ഞാൻ. നമ്മുടെ വെയിറ്റ് പല പല ഗ്രഹങ്ങളിൽ എന്തായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നിൻ്റെ വെയിറ്റ് പല പല സ്ഥലങ്ങളിൽ എന്താണെന്നാണ് അത് പറയുന്നത്. അപ്പം ഭൂമിയിലായിരിക്കുമ്പോൾ നിനക്ക് എത്രയാണോ വെയിറ്റ്, നീ നേരെ മറിച്ച് മൂണിലോ സാറ്റേണിലൊക്കെ ആയിരിക്കുമ്പോൾ നിൻ്റെ വെയിറ്റ് എന്താണെന്നാണ് കാണിക്കുന്നത്. കാത്തു കയറുന്നുണ്ട് കേട്ടോ. കാത്തുവിൻ്റെ വെയിറ്റ് എത്രയ്ക്കാണെന്ന് അറിയാം പല സ്ഥലങ്ങളിൽ. കാത്തു ഭൂമിയിൽ 28 കിലോ, വീനസിൽ, മാർസിൽ, യുറാനസിൽ, സാറ്റേൺ, മൂണിൽ 4 കിലോനുള്ളൂ നീ. ജൂപ്പിറ്ററിൽ 65. അങ്ങനെ ഇവിടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ കുറച്ച് എന്താ പറയുക ഇലിസ്ട്രേഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സാറ്റലൈറ്റിൽ നിന്നിട്ട് നോക്കുമ്പോൾ തൃശ്ശൂർ എങ്ങനെ ഇരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങണം. ഒരു മസാലകളൊക്കെ വെക്കുന്ന ഒരു സ്റ്റോറ്, ഒരു 3D എന്താ പറയുക റിയാലിറ്റി ഡോം. മിനിറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ സമയമുള്ളത്. 100 രൂപ ടിക്കറ്റ് ചാർജ്. കേരളത്തിലെ ഫസ്റ്റ് സൂപ്പർ റിയാലിറ്റി ഡോം എന്നൊക്കെയാണ് പറയുന്നത്. കയറി നോക്കാം, ഉള്ളിൽ കയറി നോക്കട്ടെ. ടിക്കറ്റ് കൊടുക്കുക. ഇത് സ്ക്രീനാണ് കേട്ടത്. മൂൺ പാലിയില്ലേ ഇത് താഴെ. അവരുടെ ലോഗോ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫുൾ ലൈറ്റ് ഓഫ് ചെയ്തു കേട്ടോ. ഇത് നമ്മൾ മൂവ് ചെയ്യുന്ന പോലെയുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. നമ്മൾ ഫ്രണ്ടിലേക്ക് നീങ്ങി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ഫുൾ മൂവി നല്ല സ്പീഡിൽ, ഒരു 40-50 കിലോമീറ്റർ സ്പീഡിൽ മൂവ് ചെയ്യുന്ന പോലെ നീന്തി പോണ പോലെയാണ് കേട്ടോ തോന്നുന്നത്. ഹൈ സ്പീഡിൽ മേലോട്ട്. നല്ല ഹൈറ്റിലോട്ട് പോണ പോലെ ഇതിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാണ്. ഓ വീഴാൻ പോയി. അയ്യോ, ചിലപ്പോൾ വീഴും നമ്മൾ കേട്ടോ. നമ്മൾ നിൽക്കുന്നോടത്ത് നിന്നിട്ട് സൈഡിലേക്ക് വീഴാൻ പോകുന്നില്ലേ? ഓ ഒരു 150 കിലോമീറ്റർ സ്പീഡിൽ പോണ പോലെ. കൊള്ളാട്ടോ, അടിപൊളി. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ റോളർ കോസ്റ്ററിലൊക്കെ നിൽക്കുന്ന ഒരു ഫീൽ. നമ്മൾ ആ ഫ്ലൈയിങ്ങിൻ്റെ ചെയ്യുന്ന ആളുകൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. കുട്ടികളൊക്കെ ദിനോസർ വന്നപ്പോൾ അതിനെ തൊടാൻ നോക്കണം. അത്ര റിയാലിറ്റി ഉണ്ടേ. വീണ്ടും മൂവിങ്. ദിനോസർ നമ്മൾ ആക്രമിക്കുന്നു. നമ്മുടെ വണ്ടി ക്രാഷായി. ഒരു ദിനോസറുടെ മേലെ തട്ടി. അത് നമ്മളെ ഓടിപ്പിക്കുന്നു. നമ്മളങ്ങനെ ഈ ചിമ്പാൻസി നമ്മളെ രക്ഷിച്ചു കേട്ടോ. അവിടുന്ന് നമ്മൾ ഇറങ്ങി സൈഡിൽ കർഷകരുടെ സ്വന്തം കമ്പനി കാപ്കോ കൃഷിഭവൻ്റെ കുറച്ച് ഡിസ്പ്ലേ ആണ് ഇവിടെ കാണിക്കുന്നത്. കുറച്ച് തൈകൾ, വിത്തുകൾ, കർഷകരുടെ സ്വന്തം പ്രൊഡക്റ്റുകൾ. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റാള്. ഇവിടെയും കുറേ വെളുത്തവട്ടം, കുറേ അരികളുടെ, നെല്ലിൻ്റെ കുറേ. ഇവിടെ നിന്ന് ആരുമില്ല കേട്ടോ. ഇത് കൃഷിക്കാർക്കാവും ഇഷ്ടം. ഇവിടെ പലതരം കുരുമുളക്, പൊക്കാളി അരി. ഇതാണ് പൊക്കാളി അരി കേട്ടോ. കൈപ്പാട് അരി, ജീരകശാല അരി, ഗന്ധകശാല അരി, ഓണാട്ടുകര എള്ള്, തലനാടൻ ഗ്രാമ്പു, പന്നിയൂർ കുരുമുളക്. പിന്നെ ഇവിടെ കുറച്ച് സ്ക്വാഷ് ജാമ്, ചക്കച്ചുള അരിയാനുള്ള യന്ത്രം, വെജിറ്റബിൾ സീഡ് എക്സ്ട്രാക്ടർ.
തേങ്ങ പൊതിക്കുന്നതിനുള്ള കോക്കനട്ട് ഡിഹസ്കർ. അതിൽ തേങ്ങ ഇട്ട് കൊടുത്താൽ എന്താ പറയുക, തേങ്ങയും ചകിരിയും വേറെ വേറെ കിട്ടും. ഇതൊക്കെ ഇങ്ങനെ കുറേ അവരുടെ ചെടികളുടെ ഡിസ്പ്ലേ, അക്വേറിയം, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇവിടെ കുറച്ച് സ്നാക്സ്, ഷാമ്പു, കുന്തപാല, വെളിച്ചെണ്ണ. ഇതെന്തത്? പാസ്ത അല്ലേ? ഓക്കെ. പലതരം കാഷ്നട്ടുകൾ, ആനക്കയ, ദാമോദർ, മാടക്കത്തറ, പലതരം അക്വേറിയം ചെടികൾ, ഹോട്ട് റെഡ് മിൻറ്റ്, എന്തോ റെഡ് റൗണ്ട് ലീഫ്, വേറൊരെണ്ണം എന്തൊക്കെയോ പേരുകളൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ അതിൻ്റെ പേരുകളാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ പേര് എഴുതുന്നുണ്ട്, കാർപ്പറ്റ് മിൻറ്റ്, ടെമ്പിൾ മിൻറ്റ് കേട്ടോ. ഇതെന്താ പാരറ്റ് ഫെദർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെടി. ഇതാണ് കേട്ടോ കാണുന്നത് ഈ ചെടി. ഇത് റെഡ് നാരോ ഫെദർ, അക്വാ റോസ്, വാട്ടർ പൈന്, ലോങ്ങി മിൻറ്റ്. കുഴിയെടുക്കാനുള്ള മെഷീൻ. ഇവിടെ കുറേ വിത്തുകൾ വെച്ചിട്ടുണ്ട്, വെണ്ട, ചീര, വഴുതന. ഇവിടെ വരുമ്പോൾ പലതരം മണ്ണുകൾ, ലാട്രൈറ്റ് സോയിൽ, തീരദേശ മണൽ, തവിട്ട് നിറമുള്ള മണൽ, റെഡ് സോയിൽ, ബ്ലാക്ക് കോട്ടൺ സോയിൽ, മിശ്രിത മണൽ മണ്ണ്, ഫോറസ്റ്റ് സോയിൽ, ആസിഡ് സലൈൻ സോയിൽ, കരിമണ്ണ്. ഇതാണോ കരിമണ്ണ്? മലയോര മണ്ണ്. ഈ കരിമണ്ണിൽ നിന്നിട്ടാണ് ഈ അബ്രസീവ് നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന് തോന്നുന്നത്, മറ്റേ വേർതിരിച്ചെടുക്കുന്നത് ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക്. ഇവിടെ റാഗി, കുതിരവാലി, പലതരം മില്ലറ്റ്സുകളാണ്. തിന, മണിച്ചോളം, ചാമ, കമ്പ്, വരക്. ഇത് തെങ്ങിൻ്റെ ഓലച്ചീയൽ ഇങ്ങനെയാണ്. നെന്മണികളിലെ നിറം മാറ്റം, സിട്രസ് ക്യാൻകർ, ഇലയിലെ രോഗം തോന്നുന്നുണ്ട്, പൂങ്കുല കരിച്ചൽ, ദ്രുതവാട്ടം, പോളരോഗം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാളിൽ കാണിച്ചിരിക്കുന്നത്. വരുന്ന വ്യവസായ പ്രദർശന വിപണന മേള. ഇപ്പം ചെറിയ ചെറിയ സ്റ്റാളുകളാണ്. ചുക്ക് കാപ്പി, ഇവിടെ മരത്തിൻ്റെ ചെറിയ ചെറിയ ഉപകരണങ്ങൾ, ചെറിയ മില്ലറ്റ്സുകൾ. ഇതൊക്കെ ചെറുകിട തൊഴിൽ വ്യവസായത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാളുകളാണ് കേട്ടോ. ചിരട്ട കൊണ്ടുണ്ടാക്കുന്ന തടികൾ, സാധനങ്ങൾ. ഇത് അലോവേര ജെല്ല്, ബെഡ്ഷീറ്റുകൾ, കാർപ്പറ്റുകൾ, ഓർണമെൻറ്റ്സുകൾ, മുണ്ടുകൾ, മാക്സികൾ, വീണ്ടും മാക്സികൾ. എന്താ ചക്കപ്പൊടി, എല്ലാ സാധനങ്ങളും പൊടി, റാഗിപ്പൊടി, പലതരം പുട്ടുപൊടി, സ്നാക്സ് ഐറ്റംസ്. ഇത് നമ്മുടെ ആദിവാസികളുടെ, ഇത് ഊട്ടിയിലുള്ളവരാണോ? അല്ല. ഇതെന്താണ് ശരിക്കും? ഡിസൈൻ മുണ്ടുകൾ അല്ലേ? തേൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇവിടെ വാച്ച്, അങ്ങനത്തെ കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ. ഇവിടെ കുറച്ച് സ്ക്വാഷ്, മറ്റേ ഇതെന്തിട്ടടി പറയാം, ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ. ഇവിടെ തുണികൾ, ഇവിടെയും തുണികൾ, കാർപ്പറ്റ്, ഷീറ്റുകൾ. ഇവിടെ എല്ലാം തുണികളുടെ സ്റ്റോറാണ്. ഇത് പിക്കിൾസിൻ്റെ സ്റ്റോറ്, മാർട്ടിസ് എന്നൊരു ബ്രാൻഡിന്. ഇവിടെ മുള കൊണ്ടുള്ള ചില ഉൽപ്പന്നങ്ങൾ. ഇവിടെ എന്തോ ഒരു പലതരം കിളികളുടെ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ഹാൻഡ് ക്രാഫ്റ്റ്. 100 രൂപയാണ്. ഇതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പലതരം കിളികളുടെ സൗണ്ട് വരും. കണ്ടോ? കണ്ടോ? വേറെ ഒരെണ്ണം. ഇതെന്താണ്? റുബിക് ക്യൂബ്സ് പോലെയാണ്. സ്നേക്ക് ക്യൂബ്. ഇതൊക്കെ ഒരെണ്ണകൂടം പോലത്തെ സാധനം. ഇവിടേക്ക് വരുമ്പോൾ കാട്ടുതേൻ, സ്പൈസസുകൾ, സാധനങ്ങൾ. ചന്ദന ലേപനം, കാട്ടുളി തൈലം, സാമ്പ്രാണി. ഇവിടെ ബെഡ്ഷീറ്റുകൾ, വാദ്യോപകരണങ്ങൾ, ചിപ്സ്, ഡ്രസ്സ്. ഇവിടെയും ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, ബാഗുകൾ. ഇവിടെ അത്തറ്. ഇത് തെർമോകോളിലല്ല റാണി ആ ഒരു ഇതുണ്ടാക്കിയിട്ടുള്ളത്, വുഡിൻ്റെ. നല്ല ഭംഗിയായിട്ടത്. പക്ഷെ അത് അടച്ചിട്ടവർക്കാണ്. നാഷണൽ കേഡറ്റിൻ്റെ, ദേശാഭിമാനിയുടെ ഒരു സ്റ്റോറ്. വീണ്ടും ഒരു ബജിക്കട. അങ്ങോട്ട് ലെഫ്റ്റ് തിരിയുമ്പോൾ വീണ്ടും ഒരു കരിമ്പൻ ജ്യൂസ് കട. ഔഷധിയുടെ ഒരു സ്റ്റോള്. ക്രോമ
ടാറ്റയുടെ ഒരു സ്റ്റോർ. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗാനമേള നടക്കുന്നുണ്ട്. നമ്മൾ ഈ വഴിയാണ് വന്നത്. അതിൻ്റെ നേരെ ഇവിടെ സ്റ്റേജിൽ എപ്പോഴും പരിപാടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞല്ലോ. ഗാനമേളയാണ് ഇപ്പോൾ നടക്കുന്നത്. ഐസ്ക്രീമിൻ്റെ ഷോപ്പ്, ഡബിൾ ഹോഴ്സ്, കല്യാണ മനോരമ, മാതൃഭൂമി, അങ്ങനെയൊക്കെ കുറച്ച് കമ്പനികളുടെ സ്റ്റാളുകളുണ്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും ആ ഫൗണ്ടൈൻ്റെ അവിടെ എത്തി. ഇടത്ത് വശത്തായിട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്റ്റാളുണ്ട്. കുറേ ചുവർ ചിത്രങ്ങളും സാധനങ്ങളൊക്കെയാണ്. ആന ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. നെറ്റിപ്പട്ടം വെച്ച ഒരു ആന, കുറച്ച് എന്താ പറയുക ചുണ്ടൻ വെള്ളം, പിന്നെ സന്താന ഗോപാലം, ഒരു എന്താ പറയുക ഒരു പെയിൻറ്റിങ്, കുറേ ചുമർ ചിത്രങ്ങൾ. ഈ ആന നല്ല റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. ഉണ്ണിക്കണ്ണ്. ഓ, നീരയുടെ ഒരു സ്റ്റോളുണ്ട്. ഒരു നീര കുടിച്ചു നോക്കാം. 50 രൂപ. എന്തിൻ്റെയാന്ന് പറയാൻ പറ്റില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നാളികേര വെള്ളത്തിൻ്റെ അല്ല അല്ലേ? സൂപ്പർ. അവിടുന്ന് വീണ്ടും ഇറങ്ങി. ജില്ലാ നിയമസേവന അതോറിറ്റി, ഇത് സാമൂഹ്യ സുരക്ഷാ മിഷൻ. ഒരു നഴ്സറി ഉണ്ട് കേട്ടോ. ചെറിയ ചെടികൾ, നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുള്ള ചെറിയ ചെടികൾ. ചക്ക ഉണ്ടായി നിൽക്കണമൊക്കെ. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. കുതിരയുടെ തല, ഒറിജിനൽ തല, അതിൻ്റെ തലയോട്ടി, ഒട്ടകത്തിൻ്റെ തലയോട്ടി, ഒട്ടകത്തിൻ്റെ താടിയല്ല്, ആനയുടെ തുടയല്ല്. എൻ്റെ അമ്മേ, എൻ്റെ കയ്യിനേക്കാൾ നീളമുണ്ട് കേട്ടോ. വെരി ബിഗ്. ആനയുടെ ഇടുപ്പല്ല്, ആ ബാക്ക് കാലിൻ്റെ ഭാഗത്തുള്ള എല്ലായിരിക്കും. ആനയുടെ താടിയല്ല്, ആനയുടെ പല്ല് നോക്കടി ചവച്ചരയ്ക്കണത്. ഇതിലിട്ടിട്ടാണ് അരയ്ക്കുന്നത് സത്യത്തിൽ. ആ കണ്ടോ, ആനയുടെ വായ്ഭാഗമാണ് കാണുന്നത്. ആനയുടെ ഒരു വാരിയല്ലിൻ്റെ ഒരു കഷ്ണം. ഒമ്പ നോക്ക് കണ്ടോ, അത്രയുണ്ട്. ആനയുടെ തലയോട്ടി, ആ മേലത്തെ പല്ല് കണ്ടോ. സമ്പൂർണ്ണ കോഴിക്കോട്, തലശ്ശേരി നാടൻ കോഴി, ന്യൂസിലാൻഡ് വൈറ്റ് മുയൽ, ഒരു 1.5 കോഴി, ബ്രഹ്മ, ഈജിപ്ഷ്യൻ ഫയോമി, ബ്ലാക്ക് പോളിഷ് ക്യാപ്പ്. ഭയങ്കര തീറ്റല്ല. ഒന്ന് മുഖം കാണിച്ചു തരുമോ? ഭയങ്കര തിരക്കില്ല. ഗിനിപ്പന്നി, ഹാംസ്റ്റർ. ഇത് വെള്ളയിലാണ്. സ്വിസ് ആൽബിനോ മൈസ്, മിസ്റ്റർ റാറ്റ്. നല്ല ഉറക്കത്തിലാണ് ആള്. ലിവർ സിറോസിസ് വന്ന ആളുടെ ലിവർ എങ്ങനെയായിരിക്കും? ലിവർ സിറോസിസ് എന്ന് പറഞ്ഞ അസുഖമുള്ളവരുടെ കരള്. കോബ്ര മരുന്നിട്ടിരിക്കുന്നു. ആ, ഹൃദയഭിത്തിയിലെ രക്തസ്രാവം. ഹൃദയമാണ്. എത്രയും വലിയ ഹൃദയവും. പിണഞ്ഞിരിക്കുന്ന കുടൽ, മമ്മിഫിക്കേഷൻ. ഓ, താടിയല്ലിലെ അർബുദം, കരൾ അർബുദം, 2-ലധികം വൃഷണങ്ങൾ. യെസ്, ആന മയക്കുവെടി തോക്ക്, വലുതും ചെറുതും. അതിനുപയോഗിക്കുന്ന സിറിഞ്ച്, മരുന്ന്. കേരള എക്സൈസ് വകുപ്പിൻ്റെ ഒരു ഷോള്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ആളിരിക്കുന്നുണ്ട്. ലഹരി വിരുദ്ധ കാര്യങ്ങളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. സ്വയം തിരഞ്ഞെടുക്കുന്ന തടവറയാണ് ലഹരി, മനസ്സിലായോ? നോ പറയേണ്ടത് നാം തന്നെ. പക്ഷേ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാലല്ലോ, ഈ ബിയർ അതുപോലത്തെ ആൽക്കഹോൾ സാധനങ്ങളൊക്കെ എത്ര വില കൂട്ടി വിൽക്കണ കാരണമാണ് ഈ 500 രൂപയ്ക്കും 200 രൂപയ്ക്കൊക്കെ ആളുകൾ സാധനം കിട്ടുമ്പോൾ മയക്കുമരുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ ബിയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വില കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടം കൂടുതലുണ്ടാവുകയും ചെയ്യും, ആളുകൾ ഇതിലേക്ക് പോവുകയും ചെയ്യില്ല. മയക്കുമരുന്ന് ഒഴിവാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മദ്യത്തിൻ്റെ വില കുറയ്ക്കണം. കേരള പോലീസിൻ്റെ സ്റ്റോളാണ്. ഒരു ആനേനെ നെറ്റിപ്പട്ടിട്ട് അടിപൊളിയാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഇവിടെ കുറേ മെസ്സേജുകളാണ് ഒരു വാളിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങളറിയാത്ത മറ്റൊരു മുഖം അവന് ഉണ്ടായിരുന്നു. മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ. ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, പോക്സോ, എമർജൻസി നമ്പർ, മയക്കുമരുന്നിൻ്റെ ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു എന്താ പറയുക ആർട്ട്. ലൈഫ് ഒന്നേ ഉള്ളൂ, അതിൽ ലഹരി വേണ്ട. ഇത് ഇവിടെ ഒരു ബോക്സിങ് റിങ്. കയറി നോക്കാം. നോക്കട്ടെ കേട്ടോ. ഡ്രഗ്സിനിട്ടിട്ടാണ് നമ്മൾ ഇടിക്കുന്നത് കേട്ടോ. ഡ്രഗ്സിനിട്ട് ഇടിക്കുകയാണ്. ഒരു പേപ്പറുണ്ട്, കേദറിൻ്റെ കയ്യൊപ്പ്. ഭയങ്കര കയ്യപ്പെട്ടവളെ. അവിടെ ഒരു ജയിൽ ലോക്കപ്പ് ാനുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു സ്റ്റാള്. പിന്നെ പോലീസിൻ്റെ പവലിയൻ കഴിഞ്ഞോടുകൂടി ഗുരുവായൂർ അമ്പലനടയിലൊക്കെ കാണുന്ന ഒരു ഗരുഡൻ്റെ ഒരു സ്റ്റാച്ചു. വീണ്ടും നമ്മൾ ആ ഫൗണ്ടൻ്റെ അടുത്തെത്തി. നമ്മൾ എക്സിറ്റിലേക്ക് എത്തി. അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ എക്സിബിഷൻ എങ്ങനെയുണ്ടെന്ന് പറയണം. കണ്ടിട്ട് നേരിട്ട് വന്ന് കാണാം. നല്ലൊരു അനുഭവമാണ്. നമ്മൾ 4:45 കയറിയിട്ട് ഇപ്പോൾ 7:40 വളരെ റിലാക്സ് ചെയ്ത് എല്ലാതും കണ്ട്. എല്ലാ വർഷം കാണുന്നതാണെങ്കിലും 1-2 ചില സ്ഥലങ്ങളിലൊക്കെ നല്ല പ്രൊഡക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു നേരം പോക്ക്, ഒരു എക്സസൈസ്, അത്രേ ഉള്ളൂ. ടോട്ടൽ ഞങ്ങൾക്ക് 3 മണിക്കൂർ എടുത്തു. 4:45 വന്നിട്ട് 7:45 തീർന്നത്. അപ്പോൾ ഒരു രസം. എല്ലാവർക്കും തൃശ്ശൂർ എക്സിബിഷനിലേക്ക് സ്വാഗതം.